കർഷക വിദ്യാപീഠത്തിൻ്റെ പുതിയ ലേഖത്തിലേക്ക് സ്വാഗതം. പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫലവർഗ വിളയാണ് ചക്കപ്പഴം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ പ്ലാവ് പ്രത്യേകമായി കൃഷി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പുരയിടങ്ങൾ വിശാലമായിരുന്നു. അതിൽ വിവിധതരം പ്ലാവുകളും സുലഭമായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി. പലരും തങ്ങളുടെ കൊച്ചു പുരയിടങ്ങളിൽ ഒരു പ്ലാവെങ്കിലും നട്ട് പരിപാലിക്കുവാൻ തയ്യാറാവുന്നു. ഇന്ന് വിവിധതരം പ്ലാവ് ഇനങ്ങളും ലഭ്യമാണ്. കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന പ്ലാവിനങ്ങൾ മുട്ടം വരിക്ക, സിന്ദൂർ, സിംഗപ്പൂർ ജാക്ക് എന്നിവയാണ്. ഇതിൽ മുട്ടം വരിക്കയും സിന്ദൂരും കേരളത്തിലുള്ള പ്ലാവുകളിൽ നിന്ന് തന്നെ ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തവയാണ്. ധാരാളം ചക്കകൾ ഉണ്ടാകുന്ന ഇനമാണ് മുട്ടം വരിക്ക. ഇടത്തരം വലിപ്പമുള്ള ചക്കകളായതിനാൽ ഉപയോഗിക്കാനും എളുപ്പമാണ്. നല്ല സ്വാദും ഉയർന്ന ഉൽപാദനശേഷിയുമുള്ള മുട്ടം വരിക്ക തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്തതാണ്. ആലപ്പുഴ ജില്ലയിലെ മുട്ടം എന്ന പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയതിനാൽ ഇതിന് മുട്ടം വരിക്ക എന്ന പേരും ലഭിച്ചു. ഇതിൻ്റെ നടീൽ വസ്തുക്കൾ കാർഷിക സർവകലാശാലയുടെ പല കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. കേരളത്തിൽ നിന്നുള്ള ഇനമായതിനാൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചതുമാണ് മുട്ടം വരിക്ക. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെ കൊല്ലം ജില്ലയിലെ സദാനന്ദപുരം കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഒരിനമാണ് സിന്ദൂർ. ഇളം ഓറഞ്ച് നിറമുള്ള ചുളകളായതിനാൽ അതിന് ഒരു പ്രത്യേക ഒരു ആകർഷകത്വമുണ്ട്. നല്ല മധുരവും ഉയർന്ന ഉൽപാദനവും ഈ ഇനത്തിൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല വർഷത്തിൽ 2 തവണ കായ്ക്കും എന്നതും സിന്ദൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതുകൂടാതെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ DAF1 എന്ന മികച്ച ഒരു പ്ലാവിനവും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പ്ലാവിൻ്റെ ജന്മദേശം പശ്ചിമഘട്ട മലനിരകൾ ആയതിനാൽ വൈവിധ്യമാർന്ന പലതരം പ്ലാവുകളും കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്നു. അവയിൽ നിന്നും മികച്ച പ്ലാവുകളെ കണ്ടെത്തി അവയെ സംരക്ഷിച്ച് പൊട്ടുതൈകൾ ആക്കി വിൽക്കുവാൻ കർഷകർ തന്നെ മുന്നോട്ട് വരുന്നതായി കാണാം. കർണാടകത്തിലെ അങ്ങനെ പ്രചാരത്തിൽ വന്ന 2 പ്ലാവിനങ്ങളാണ് സിതു എന്ന ഇനവും ശങ്കര എന്ന ഇനവും. ഇവ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് പ്രചരിപ്പിച്ചു വരുന്നു. ഇനി ഒട്ടുപ്ലാവിൻ്റെ കൃഷിരീതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 വർഷം പ്രായമായ ഒട്ടുപ്ലാവുകളാണ് നടുവാൻ ഉപയോഗിക്കേണ്ടത്. നടുന്നതിനായി 60 സെൻറ്റിമീറ്റർ വീതിയും 60 സെൻറ്റിമീറ്റർ നീളവും 60 സെൻറ്റിമീറ്റർ താഴ്ചയുമുള്ള കുഴികൾ എടുക്കണം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതും വെള്ളം കെട്ടി നിൽക്കാത്തതുമായ സ്ഥലമാണ് ഒട്ടുപ്ലാവ് നടുവാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ എടുത്ത കുഴികളിൽ 10 കിലോഗ്രാം ജൈവവളവും മേൽമണ്ണും നന്നായി ചേർത്തിളക്കി ഈ കുഴികൾ മൂടണം. ഇങ്ങനെ മൂടിയ കുഴിയുടെ ഒത്ത നടുവിലായി ഒട്ടുതൈ നടാം. നടുന്നതിന് മുമ്പായി ഒട്ടുപ്ലാവ് വളർത്തിയ ആ കൂടയിൽ നന്നായി നനച്ചു കൊടുക്കണം. അതിനുശേഷം ആ കുഴി ജൈവവളം ചേർത്ത് മൂടിയ ആ കുഴിയുടെ മധ്യഭാഗത്തായി അല്പം മണ്ണ് നീക്കി ഈ ഒട്ടുപ്ലാവ് അതിലേക്ക് ഇറക്കി വെക്കാം. അതിനു മുമ്പായിട്ട് അതിൻ്റെ കൂട പ്ലാസ്റ്റിക് കവർ ഒരു ബ്ലേഡ് കൊണ്ട് പതുക്കെ മുറിച്ച് നീക്കം ചെയ്യണം. എന്നാൽ ആ മണ്ണ് ആ ചെടിയോട് കൂടെ നിൽക്കത്തക്ക വിധം അത് ആ മൂടിയ കുഴിയുടെ നടുഭാഗത്തായി മധ്യഭാഗത്തായി അല്പം ആ കൂടയിൽ എങ്ങനെയാണോ ആ പ്ലാവ് ഇരുന്നത് അതുപോലെ തന്നെ ഇരിക്കത്തക്ക വിധം അല്പം മണ്ണ് നീക്കി അവിടെ അത് നട്ട് ചുവടിലുള്ള മണ്ണൊന്ന് ഉറപ്പിച്ചു കൊടുക്കണം.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടിച്ച ഭാഗം മണ്ണിനടിയിൽ ആകാൻ പാടില്ല എന്നതാണ്. മാത്രമല്ല കുഴിക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ 2 വർഷങ്ങളിൽ തൈകൾക്ക് വേനൽക്കാലത്ത് ജലസേചനം ആവശ്യമായി വരും. രാസവള പ്രയോഗങ്ങളൊന്നും തന്നെ ഒട്ടുപ്ലാവിന് കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ അവ നന്നായി വളരുകയും വിളവ് നൽകുകയും ചെയ്യും. അപ്പോൾ തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് നമ്മുടെ ഒട്ടുപ്ലാവ്. പൊതുവെ പഴുത്ത ചക്കയാണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിലും പഴുക്കുന്നതിന് മുൻപുള്ള ചക്കക്കാണ് പോഷക ഗുണം കൂടുതൽ. കാരണം പഴുത്തു കഴിഞ്ഞാൽ ചക്കയിൽ ധാരാളം പഞ്ചസാര അടങ്ങിയതിനാൽ പ്രമേഹം പോലുള്ള രോഗമുള്ളവർക്ക് അത് കൂടുതൽ കഴിക്കുന്നത് നല്ലതായിരിക്കില്ല. എന്നാൽ പച്ചച്ചക്കയിൽ നല്ലതുപോലെ ഭക്ഷ്യനാരുകൾ അടങ്ങിയിരിക്കുന്നുണ്ട്, എഡിബിൾ ഫൈബർ. ഇത് ദഹനത്തിനും അതുപോലെ തന്നെ പ്രമേഹത്തെ ഒരു പരിധിവരെ തടയുന്നതിനും സഹായിക്കുന്നു. അതുകൂടാതെ ചക്കയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി എന്നീ ജീവകങ്ങളും പൊട്ടാസ്യം, ഇരുമ്പ്, കാൽഷ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, മാംഗനീസ്, സോഡിയം എന്നീ ധാതുക്കളും അതുകൂടാതെ പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ പൊതുവെ നോക്കിയാൽ നല്ല പോഷക ഗുണമുള്ള ഒരു വിളയാണ് ചക്ക. അതുകൊണ്ട് തന്നെ കുറച്ച് ചക്കകൾ പഴുക്കാൻ നിർത്തി ബാക്കിയുള്ളവ ആവശ്യാനുസരണം കറിവെക്കാൻ ഉപയോഗിക്കുന്നതും നന്നായിരിക്കും. ഇനി വീട്ടാവശ്യത്തിൽ കൂടുതൽ ചക്കകൾ ഉണ്ടെങ്കിൽ അവ പഴുക്കുന്നതിന് മുൻപ് തന്നെ വിളവെടുത്ത് നമുക്ക് പല വിധത്തിൽ സംസ്കരിച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ പ്രതിപാദിച്ച കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം. പ്രോത്സാഹിപ്പിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.